പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മുടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ജ്ഞാനികളുടെ സന്ദർശനത്തെ നമ്മൾ കാണാറുണ്ട്. ജ്ഞാനികൾ, പൗരസ്ത്യ ദേശത്ത് വന്ന ജ്ഞാനികൾ യേശു ജനിക്കുന്ന സ്ഥലം നോക്കിക്കൊണ്ട് നടന്നു വരുമ്പോൾ അവർക്ക് വഴികാട്ടി വരുന്ന ഒരു നക്ഷത്രം മാത്രമാണ്. ആ നക്ഷത്രത്തെ നോക്കി നടക്കുന്ന അവർ യേശുവിൻ്റെ പുൽക്കൂട്ടിൽ തന്നെയാണ് വന്നു വിടുന്നതെങ്കിലും ആ നക്ഷത്രത്തിൽ നിന്ന് കണ്ണു മാറ്റുന്നൊരു സമയമുണ്ട്. അത് വേറൊന്നുമല്ല, ഹെറോദസിൻ്റെ കൊട്ടാരം കാണുമ്പോഴാണ്. എത്ര ജ്ഞാനിയാണെന്ന് പറഞ്ഞാലും വഴിതെറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സുവിശേഷം. യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി അവർക്ക് കൊടുക്കപ്പെട്ടത് ആകാശത്തിലെ നക്ഷത്രമാണ്. ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടെങ്കിലും ഒരൊറ്റ നക്ഷത്രം മാത്രമേ അവർക്ക് വഴികാട്ടിയായി അവർക്ക് തോന്നിയിട്ടുള്ളൂ. എപ്പോഴും നമ്മുടെ മുന്നിൽ വഴികാട്ടിയായി ഇതുപോലെ നക്ഷത്രങ്ങൾ ഉണ്ടാകാറുണ്ട്, നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. ആകാശത്തിലെ ഒരുപാട് നക്ഷത്രങ്ങളിടയിൽ നമുക്ക് വഴിതെളിക്കുന്ന ഒരു നക്ഷത്രം തിരിച്ചറിയാനുള്ള ജ്ഞാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജ്ഞാനമാണ് ഈ ജ്ഞാനികൾക്കുണ്ടായിരുന്നത്. പൗരസ്ത്യ ദേശത്ത് വന്ന ഈ ജ്ഞാനികൾക്ക് അതുണ്ടായിരുന്നു. ആകാശത്തിലെ ഒരുപാട് നക്ഷത്രങ്ങളിടയിൽ നിന്ന് രക്ഷകനിലേക്ക് വഴിതെളിക്കുന്ന ഒരു നക്ഷത്രത്തെ കണ്ടെത്തുവാനുള്ള ഒരു ജ്ഞാനം അവർ ലഭിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ആ ജ്ഞാനം ലഭിച്ചെന്നറിയാമോ? അവർ നമുക്ക് പറയാൻ ഒരു ജ്ഞാനികളായതുകൊണ്ട്. ജ്ഞാനികളാണ്, പക്ഷെ എങ്ങനെയാണ് അവർക്ക് ജ്ഞാനം ലഭിച്ചത്? ദൈവത്തെ അന്വേഷിക്കുന്നവരായതുകൊണ്ടാണ്. സങ്കീർത്തനം 53:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അറിയാനായിട്ട്. വീണ്ടും നമ്മൾ സങ്കീർത്തനം 14:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം അതിനർത്ഥം ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നവൻ അവൻ ജ്ഞാനിയാണ്, അവൻ വിവേകമുള്ളവനാണെന്നാണ് ബൈബിള് നമ്മളെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ആ പുൽക്കൂട്ടിലേക്കുള്ള വഴിയാത്രയായി അവർ കണ്ടെത്തിയ ആ നക്ഷത്രത്തെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്കുണ്ടായി. കാരണം അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അതാണ് ജ്ഞാനത്തിലേക്കുള്ള, ജ്ഞാനികളാകുവാനുള്ളതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പടി, ദൈവ അന്വേഷകരാകുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് അവർക്ക് രക്ഷകനിലേക്കുള്ള വഴി തെളിക്കാനുള്ള നക്ഷത്രത്തെ അറിയാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, വഴിതെറ്റിക്കുന്നവരാകാം. പക്ഷേ യഥാർത്ഥമായൊരു നക്ഷത്രം അത് ദൈവത്തിലേക്ക് വഴിതെളിക്കുന്നത്, രക്ഷകനിലേക്ക് വഴിതെളിക്കുന്നതാണ്. നമ്മുടെ കൂടെയുള്ളവരൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, കപട ഹൃദയങ്ങളുള്ള എത്ര പേരില്ലേ? കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിലും, സൗഹൃദങ്ങളിൽ, ബന്ധുജനങ്ങളിൽ ഒക്കെ അങ്ങനെയില്ലേ വഴിതെറ്റിക്കുന്ന നക്ഷത്രങ്ങൾ? അവരെ കടന്നു വരുന്നതൊക്കെ ലാഭേച്ഛയോട് കൂടിയാണെന്നുള്ളത് എന്ന് പറയുക. നമ്മൾ ഉപയോഗിക്കുന്നവരായി മാറ്റപ്പെടുകയാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകവും അതറിയുവാനുള്ള ജ്ഞാനവും നമുക്കുണ്ടായിരുന്നിരിക്കണം. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായി മാറ്റപ്പെടുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ആ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം ഇതാണ്, ഈ ജ്ഞാനികൾ ഈ നക്ഷത്രത്തെ നോക്കി അവർ വഴി നടന്നപ്പോൾ അവർക്ക് ഈ നക്ഷത്രം എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് രക്ഷകൻ എന്ന് പിറക്കുന്ന സ്ഥലം നമുക്ക് മനസ്സിലാകും. എന്നാൽ ആ പോകുന്നിടത്ത് ദൂരെ നിൽക്കുന്ന വരികയാണ്, നക്ഷത്രത്തിൽ പിന്നിൽ വരികയാണ്. അവർ ആ വരുന്ന വഴിയിൽ ഒരു കാര്യം മനസ്സിലായി, ഒരു കൊട്ടാരം കണ്ടപ്പോൾ ആ കൊട്ടാരത്തിലായിരിക്കാമെന്നുള്ള ചിന്ത അവരെ മിഥ്യാബോധത്തിൽ നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം അവർ രാജാവായി ജനിക്കാനിരിക്കുന്നവരാണ്. രാജാവായതുകൊണ്ട് അവരുടെ ചിന്ത കൊട്ടാരത്തിലായിരിക്കാം എന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് അവരാ കൊട്ടാരത്തിൽ അന്വേഷിക്കുകയും ആ കൊട്ടാരത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി അവർ വഴിതെറ്റിയെന്ന്. കാരണം ആ കൊട്ടാരത്തിലുള്ള രാജാവിനോ അവിടെയുള്ളവർക്കൊന്നും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയിരുന്നില്ല. അറിവ് ലഭിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ കൊട്ടാരത്തിലുണ്ടായിരുന്നു, ജ്ഞാനികളായിട്ടുള്ള മനുഷ്യർ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അന്വേഷിക്കുവാനോ മെനക്കെട്ടവരല്ല അതിനുള്ളിലുള്ളത്. സുഖലോലുപത്തിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായത് ഹെറോദസും ആ ജനവും. നാഥൻ വഴിതെറ്റിയപ്പോൾ കൂടെയുള്ളവരും വഴിതെറ്റിയെന്നാണ്. ഒരു കുടുംബം വഴിതെറ്റാൻ അതെല്ലാവരും വഴിതെറ്റുന്നില്ല. കുടുംബത്തിൻ്റെ നാഥൻ, കുടുംബനാഥ വഴിതെറ്റിയാൽ മതി, കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹെറോദസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും എന്നാണ് പറയുന്നത്. എന്തിനാണ് അവൻ അസ്വസ്ഥനാകുന്നത്? എന്തിനാണ് ഈ ജെറുസലേം മുഴുവനും അസ്വസ്ഥമാകുന്നത് അവനോടൊപ്പം തന്നെ? കാരണം അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ആ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോകുക, അന്വേഷിക്കുക, എന്നിട്ട് കണ്ടതിന് ശേഷം എന്നെയും അറിയിക്കുക, ഞാനും പോയി ഞാൻ അവനെ ആരാധിക്കട്ടെ. കപട ഹൃദയമാണത്.
കാപട്യത്തിൻ്റെ അറിവാണത്. അത് യഥാർത്ഥ ജ്ഞാനമല്ല. നോക്കിക്കേ, അവരെ വഴിതെളിച്ച് വിടുന്നുണ്ട്. അവരെ വഴിതെളിച്ച് വിടുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്: ഞാനും വന്ന് ആരാധിക്കുന്നതിന് നിങ്ങൾ ആദ്യം പോയി ആരാധിക്കുക എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ ആ പുറത്തിറങ്ങിയപ്പോൾ, കൊട്ടാരം വിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: കൊട്ടാരത്തിലല്ല, കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവൻ ജനിച്ചതെന്നുള്ള കാര്യം, രാജാവാകേണ്ടവൻ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ഏത് നക്ഷത്രമാണോ വഴി തെളിച്ചത്, വീണ്ടും ആ നക്ഷത്രം അവർക്ക് മുൻപേ പോകുവാൻ തുടങ്ങി. ആ നക്ഷത്രം നോക്കി തന്നെ അവരും മുൻചെന്നു. പിന്നെ അവർക്ക് വഴിതെറ്റിയില്ല. വഴിതെറ്റിയ ഇടങ്ങളെ തിരുത്താൻ തയ്യാറായതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത്. അവർ എത്തി. ഈ നക്ഷത്രം എവിടെയാണോ നിന്നത് അവിടെയായിരുന്നു രക്ഷകൻ പിറന്ന സ്ഥലം എന്ന് പറഞ്ഞു വരുന്നത്. ആ രക്ഷകൻ പിറന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ക്രിസ്തുമസിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വഴിതെളിക്കുന്ന ഒരൊറ്റ നക്ഷത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു, രക്ഷകനായ യേശു ക്രിസ്തു. ആ രക്ഷകൻ ഇന്ന് നമ്മുടെ മുന്നിൽ നക്ഷത്രമായി വന്നിരിക്കുകയാണ്. വഴിതെളിക്കാനുള്ള നക്ഷത്രമാണ്. ആ നക്ഷത്രം പിൻചെല്ലുക. ദൈവത്തിൻ്റെ സമർത്ഥമാണ്.